ഹായ് SSC CGL പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ 5th സെഷനാണിത്. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ കൂടുതൽ CGLയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം നമുക്ക്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റിയ കുഡ് നോട്ട് ഡിസൈഡ് ബിറ്റ്വീൻ ഡിസ്കൗണ്ട് ഓഫ് 30% ഓർ ടു സക്സസീവ് ഡിസ്കൗണ്ട്സ് ഓഫ് 25% ആൻഡ് 5%, ബോത്ത് ഗിവൺ ഓർ ഓൺ ഷോപ്പിംഗ് ഓഫ് 3,840. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് ദി ഡിസ്കൗണ്ട്സ്? അവിടെ പറയുന്നത് റിയ ഒരു ആർട്ടിക്കിളിനെ എങ്ങനെ വിൽക്കണം അല്ലെങ്കിൽ എങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കണം എന്നുള്ളതിൽ ഒരു കൺഫ്യൂസ്ഡ് ആണ്. അവിടെ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയുള്ള രണ്ട് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഡയറക്റ്റ്ലി 30% കൊടുക്കാം, അല്ലെങ്കിൽ രണ്ട് സക്സസീവ് ഡിസ്കൗണ്ട്സ് ആയിട്ട് 25%ഉം 5%ഉം ആയിട്ട് കൊടുക്കാം. പക്ഷേ ഇങ്ങനെ രണ്ട് രീതിയിൽ കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും അവിടെ ഒരു ഡിഫറൻസ് വരും. ഒരിക്കലും 25 + 5 30 എന്ന് എടുക്കാൻ പറ്റത്തില്ല നമുക്കതിന്. അപ്പോൾ അവിടെ ഉറപ്പായിട്ടും അവിടെ ആ ഒരു ഡിസ്കൗണ്ടിൽ ഒരു വ്യത്യാസം വരും. അങ്ങനെയാണെങ്കിൽ എന്ത് വ്യത്യാസമാണ് 3,840 റുപ്പീസിൻ്റെ മാർക്ക് പ്രൈസ് ഉള്ള ആ ഒരു ആർട്ടിക്കിളുടെ മേളിൽ വരുന്ന ഡിസ്കൗണ്ട് ഡിഫറൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ആ രണ്ട് ഡിസ്കൗണ്ട്സും തമ്മിൽ എത്ര പെർസെൻറ്റേജിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത് എന്നുള്ളതൊന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം പറയുന്ന കേസിലുള്ള പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 30% ആണ്. രണ്ടാമത്തെ കേസിൽ പറയുന്ന ആ ഒരു സക്സസീവ് ഡിസ്കൗണ്ട്സിന്റെ ടോട്ടൽ നെറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ആ നെറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് -25, ദെൻ -5, ദെൻ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 25 ഇൻറ്റു 5/100. അപ്പം നമുക്ക് അതെന്ന് പറയുന്നത് നമ്മുടെ സക്സസീവ് നെറ്റ് പെർസെൻറ്റേജ് എടുക്കാൻ വേണ്ടിയുള്ള സക്സസീവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസിന്റെ കൺസെപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അവിടെ യൂസ് ചെയ്യുന്ന റിലേഷൻ എന്ന് പറയുന്നത് A+B+AB/100 എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് അവിടെ നമുക്ക് ആ ഒരു സൈൻ എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് എടുക്കുന്നു. ഓക്കെ, ഡിസ്കൗണ്ട് ആണെങ്കിൽ നമ്മൾ ആ സൈൻ നെഗറ്റീവ് ആണ് എടുക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഡിസ്കൗണ്ട് ആണ് നമ്മൾ അതിന് എയ്ക്കും ബിക്കും നെഗറ്റീവ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ നിന്ന് ഇത് -30, ദെൻ +5 ഇൻറ്റു 25 125/100 എന്ന് വരുന്നുണ്ട്. സോ അത്രയും പെർസെൻറ്റേജ് എന്നാണ് നമുക്ക് വരുന്നത്. ആൻഡ് ഫൈനലി നമ്മൾ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഇത് രണ്ടിലും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും +30%ഉം -30%ഉം ക്യാൻസൽ ആവും. സോ അവിടെ വരുന്ന ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ 125/100%ന്റെ വേരിയേഷൻ ആണ് വരുന്നത് എന്ന് പറയുമ്പോൾ നമുക്കവിടെ വരുന്ന ഇത് രണ്ടും തമ്മിൽ വരുന്ന ആ ഒരു വേരിയേഷൻ നമ്മൾ ഡിഫറൻസ് ഒന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 5/4 എന്ന് വരും. സോ ഇത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അവിടെ ക്വസ്റ്റനിൽ ചോദിച്ചേക്കുന്ന പോലെ ഡിസ്കൗണ്ടിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു 5/4% ആയിരിക്കും വരുന്നത്. പെർസെൻറ്റേജ് എടുക്കാൻ മറന്ന പോലെ ഇമ്പോർട്ടൻ്റ് ആണ്. പെർസെൻറ്റേജിന്റെ വേരിയേഷൻ ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഡിഫറൻസ് ഇൻ ടേംസ് ഓഫ് മണി വാല്യൂലാണ് ചോദിച്ചിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡിഫറൻസ് ഇൻ ഡിസ്കൗണ്ട് ഇൻ ടേംസ് ഓഫ് മണി വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ആ 3,840യുടെ 5/4%. സോ 5/4% എന്ന് പറയുമ്പം 5/4/100 എന്ന് വരും. അപ്പോൾ നമുക്ക് ആ 100 കൂടി താഴെ എടുക്കാം. സോ 100. ഇപ്പോൾ ആ ഒരു പെർസെൻറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എടുക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ നല്ല വേരിയേഷൻ വരും. അപ്പോൾ നമുക്കത് മനസ്സിലാവും ആൻസറിൽ വേരിയേഷൻ വന്നിട്ടുണ്ടെന്ന്. ബിക്കോസ് ഒരു വലിയ വാല്യൂ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. കിട്ടേണ്ട ഡിഫറൻസ് ആണ്, ചെറിയ വാല്യൂ ആയിരിക്കും കിട്ടേണ്ടത്. ഇനി ഇതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം. സോ ആദ്യം തന്നെ നമ്മൾ ഈ 4ഉം ഇതുകൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്കവിടെ 9 ടൈംസ് പോകും. ദെൻ റിമൈൻഡർ 2 24 6 ടൈംസ് പോകും. ആൻഡ് ദെൻ 0 എന്ന് വരും. സോ 960 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ അതെന്ന് പറയുന്നത് 96ന്റെ ഹാഫ് എന്ന് പറയുമ്പം 48ഉം ദെൻ ഒരു 0യും. ആൻഡ് ഓൾറെഡി നമുക്കൊരു 0 ഉണ്ടായിരുന്നു. സോ ആ ഒരു 0 കൂടി വരും. സോ നമുക്കവിടെ താഴെ ഒരു 100 ഉണ്ട്. സോ ആ ഒരു 100ലെ രണ്ട് സീറോസും ഈ സീറോസും ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് ഫൈനലി അവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്ന ആൻസർ 48 എന്ന് വരും. സോ വലിയ ഫോർമുലാസിലേക്ക് ഒന്നും പോകാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കൽ അപ്രോച്ച് വഴി മാത്രമാണ് ക്വസ്റ്റിനെ സോൾവ് ചെയ്തേക്കുന്നത്. സോ 48 ആണ് നമ്മുടെ ദ ഡിഫറൻസ് ഇൻ ദ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ രണ്ട് ഡിസ്കൗണ്ട്സും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ചെക്ക് ചെയ്തു. ആൻഡ് ജസ്റ്റ് നമ്മൾ ആ ഒരു ടോട്ടൽ മാർക്ക് പ്രൈസിന്റെ ഡിസ്കൗണ്ട് എടുക്കുമ്പോൾ ആ ഒരു പെർസെൻറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ഡിഫറൻസ് ഇൻ പെർസെൻറ്റേജ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ഡിഫറൻസ് എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ആ ഒരു പെർസെൻറ്റേജ് എടുക്കാൻ വിട്ടുപോയാൽ നമുക്ക് ആൻസർ 4800 എന്നായിരിക്കും കിട്ടുന്നത്. അത് കാണുമ്പോൾ ഒരാൾക്ക് മനസ്സിലാവും, ഓക്കെ നമ്മളത് വാല്യൂ എടുത്തപ്പോൾ ചെറുതായിട്ട് മാറിപ്പോയതാണെന്ന് മനസ്സിലാവും. ബട്ട് സ്റ്റിൽ അവിടെ നമ്മൾ ആ പെർസെൻറ്റേജ് എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം.
അടുത്ത ഒരു ഓൾജബ്രയുടെ ക്വസ്റ്റൻ ആണ്. നമ്മൾ ഓൾറെഡി ഇതേപോലത്തെ കുറേ ക്വസ്റ്റൻസ് ഇപ്പം കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്നത് കെ ഈസ് എ നെഗറ്റീവ് നമ്പർ സച്ച് ആസ് കെ പ്ലസ് ഇൻവേഴ്സ് ഓഫ് കെ ഈക്വൽ ടു -2. നമുക്ക് ഇവിടെ നിന്ന് ഇത് പറയുന്നത് കെ പ്ലസ് ഇൻവേഴ്സ് ഓഫ് കെ എന്ന് പറയുമ്പോൾ 1/k ഈക്വൽ ടു -2 എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ചെക്ക് ചെയ്താൽ കെ പ്ലസ് 1/k ഈക്വൽ ടു -2 ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇവിടെ കെയുടെ പ്ലേസിൽ ഇടാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. ബിക്കോസ് കെയുടെ പ്ലേസിൽ -1 ഇട്ടാൽ മാത്രമേ അവിടെ എന്ത് വരത്തുള്ളൂ, -2 വരത്തുള്ളൂ. അതിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കണ്ടീഷൻ കൂടിയാണ്. നല്ല ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനും ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനുമാണ് ഇത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ചോദിച്ചേക്കുന്നത് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ആ ഫംഗ്ഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ആ ഫംഗ്ഷനിലേക്ക് നമുക്ക് ഈ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷനിലേക്ക് നമ്മൾ ആ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 എന്ന് വരും. അവിടെ നമുക്ക് 4 into k എന്നുണ്ട്. സോ k എന്ന് പറയുന്നത് -1 ആയതുകൊണ്ട് തന്നെ ആ പ്ലസ് അങ്ങ് മൈനസ് ആവും. ആൻഡ് 4 into -1 -4 എന്ന് വരും. സോ ഇവിടുന്ന് -4 വന്നു. ദെൻ -2 ഡിവൈഡഡ് ബൈ k സ്ക്വയർ. സോ -1ന്റെ സ്ക്വയർ അഗൈൻ 1 എന്ന് വരും. ആൻഡ് ദെൻ നമുക്കിവിടെ k എന്നുണ്ട്. സോ -1 എന്ന് വരും. ആൻഡ് ദെൻ -5. സോ നമുക്ക് ഇവിടുന്ന് +5 -5 ക്യാൻസൽ ആവും. മുകളിൽ നിന്ന് നമുക്ക് -4 -2 -6 എന്ന് വരും. ആൻഡ് 1 -6 എന്ന് പറയുമ്പോൾ നമുക്കത് -5 എന്ന് വരും. സോ -5 ബൈ ഡിനോമിനേറ്ററിലും -5 ആണ്. സോ അഗൈൻ -5 ബൈ -5 നമുക്ക് ആൻസർ +1 എന്നായിരിക്കും വരുന്നത്. സോ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് അത്യാവശ്യം ഒന്ന് നോക്കി തന്നെ ആൻസർ പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. പക്ഷെ അതിനെ ഓൾജിബ്രിക് ഫോർമുല എടുത്ത് ഒരുപാട് ലെന്തി ആയിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ഒരുപാട് വലുതാവാൻ സാധ്യതയുണ്ട്. ബട്ട് അതർവൈസ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ രീതിയിൽ ആ ക്വസ്റ്റിനെ സോൾവ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ നമ്മളവിടെ മാക്സിമം സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ യൂസ് ചെയ്യേണ്ടത്. ലൈക്ക് എൻ്റെ ഒരു പ്രോപ്പർ സൊല്യൂഷന് പകരം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ യൂസ് ചെയ്യേണ്ട മെത്തേഡ്സ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി കുറേ ക്വസ്റ്റൻസ് ചെയ്തു. GDയുടെ ക്വസ്റ്റൻസ് ചെയ്തു, CGLന്റെ ക്വസ്റ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റെയിൽവേയുടെ ക്വസ്റ്റൻസ് ചെയ്തു. സോ ഈ ക്വസ്റ്റൻസ് ഒക്കെ തന്നെ എക്സാമിൽ വരുമ്പോൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ കണ്ടിന്യൂസ്ലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ദാറ്റ് എങ്ങനെയാണ് ഈ ക്വസ്റ്റൻസ് വീണ്ടും റിപ്പീറ്റ് ആയി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അതിനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത്. അതാണ് നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആ ഒരു കണ്ടിന്യൂസ് പ്രാക്ടീസും വഴി നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റൻസ് ഒക്കെ അത്രയും ഫെമിലിയർ ആവാനും എക്സാമിൽ കണ്ടു കഴിയുമ്പോൾ ഒക്കെ അതിനെ നോർമൽ മെത്തേഡിലേക്ക് പോകാതെ വളരെ സിമ്പിൾ ആയിട്ട് ഓപ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ എടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അവിടുന്ന് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. സോ ഡെഫിനറ്റ്ലി ആദ്യമായിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്തതും ഒരു ഓൾജിബ്രയുടെ തന്നെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമുക്കിവിടെ പറയുന്നത് x + 1/x = 5√2 എന്നാണ് പറയുന്നത്. നമ്മളിവിടെ x⁴ പ്ലസ് 1/x⁴ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സോ സിമ്പിൾ ആണ്. നമുക്ക് x⁴ വേണമെങ്കിൽ 2 വട്ടം സ്ക്വയർ ചെയ്യണം. സോ ആദ്യം നമ്മൾ ഈ തന്നേക്കുന്ന ഫംഗ്ഷനെ ഒരു വട്ടം സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് x² പ്ലസ് 1/x² ഈക്വൽ ടു നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് a² - 2 എന്നുള്ള ഷോർട്ട് കട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി. a² - 2 എന്നുള്ള ഷോർട്ട് കട്ടാണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും നമുക്ക് x + 1/x = a എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ എങ്ങനെയാണ് ആ ഷോർട്ട് കട്ട് എന്നുള്ളതൊന്നും സൈഡിലേക്ക് എഴുതാം. എപ്പോഴെങ്കിലും നമുക്ക് x + 1/x = a എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് x² പ്ലസ് 1/x² കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് അതിനെ ഹോൾ സ്ക്വയർ ചെയ്തൊക്കെ കണ്ടുപിടിക്കാം. ബട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ വളരെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി a² - 2 എന്നുള്ള ഷോർട്ട് കട്ടാണ് നമ്മൾ അത് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ അതിനെ 2 വട്ടം സ്ക്വയർ ചെയ്യണം. ബിക്കോസ് നമുക്ക് പവർ 4 ആണ് കൊണ്ടുവരേണ്ടത്. ഞാൻ ഈ 5ന്റെ സ്ക്വയർ 25, √2യുടെ സ്ക്വയർ 2. സോ 5 into 25 into 2 എന്ന് പറയുമ്പോൾ നമുക്ക് അത് 50 എന്ന് വരും. 50 നിന്ന് 2 മൈനസ് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് 48 എന്ന് വരും. സോ ആദ്യം ഒരു വട്ടം നമ്മൾ സ്ക്വയർ ചെയ്തപ്പോഴാണ് നമുക്ക് ഇത് കിട്ടിയത്. ഇനി എന്ത് ചെയ്യണം, പവർ 4 കൊണ്ടുവരാൻ വീണ്ടും ഒരു വട്ടം കൂടി നമുക്ക് സ്ക്വയർ ചെയ്യാൻ സെയിം ഷോർട്ട് കട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു വട്ടം കൂടി സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് x² എന്നുള്ളത് x⁴ എന്നും 1/x² എന്നുള്ളത് 1/x⁴ എന്നും ആകും. ഈക്വൽ ടു നമുക്ക് ആ 48ന്റെ സ്ക്വയർ സെയിം ഷോർട്ട് കട്ട് 48ന്റെ സ്ക്വയർ -2 എന്ന് വരും. സോ 48ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതെന്ന് പറയുന്നത് 2302 എന്ന് വരും. 2304 എന്ന് വരും. അതിൽ നമ്മൾ 2 മൈനസ് ചെയ്യുമ്പോൾ 2302 എന്ന് വരും. സോ 48ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 48ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2304 ആണ്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് അതിൽ നിന്ന് ആ 2 റെഡ്യൂസ് ചെയ്യുമ്പോൾ ആ 2 മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 2302 എന്നുള്ള ആൻസർ കിട്ടുന്നത്. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പം 2302 ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തത് ഒരു ബോട്ട് ആൻഡ് സ്ട്രീമിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കവിടെ പറയുന്നത് എ മാൻ റോസ് എ ബോട്ട് എ certain distance downstream in 9 hours while it takes 18 hours to row the same distance upstream. How many hours will it take him to row 3/5 of the same distance in still water?
അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. അതിനെ നമ്മളൊരു പ്രോപ്പർ മെത്തേഡിൽ സോൾവ് ചെയ്യുവാണെങ്കിൽ വളരെയധികം സമയം നമുക്ക് പോകും. വളരെയധികം ലെന്തി ആയിട്ട് എടുക്കേണ്ടി വരും. കോമ്പണന്റോ ഡിവിഡൻറ്റോ ഒക്കെ യൂസ് ചെയ്തായിരിക്കണം അത് പിന്നെ സോൾവ് ചെയ്യേണ്ടത്. അതർവൈസ് നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ എടുക്കാം, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള വഴി, നമുക്ക് അവിടെ തന്നിരിക്കുന്ന രണ്ട് വാല്യൂസാണ് 18 9. ഇത് രണ്ടും ഒരേപോലെ പോകുന്ന ഒരു വാല്യൂ എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റും. നമുക്ക് ഒരു ഡിസ്റ്റൻസ് അസ്യൂം ചെയ്യാം. ബിക്കോസ് നമുക്ക് ഇവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ഡിസ്റ്റൻസ് സെയിം ആണ്. ബിക്കോസ് ഇവിടെ പറയുന്നത് 9 കിലോമീറ്റർ ഒരു ഡിസ്റ്റൻസ് ഡൗൺ സ്ട്രീം പോകാനും അതേ സെയിം ഡിസ്റ്റൻസ് 9 മണിക്കൂർ ഡൗൺ സ്ട്രീം പോകാനും അതേ സെയിം ഡിസ്റ്റൻസ് 18 മണിക്കൂർ അപ് സ്ട്രീം വരുന്ന കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ രണ്ട് വാല്യൂ ഒരേപോലെ പോകുന്ന ഒരു വാല്യൂ എടുക്കുകയാണെങ്കിൽ നമുക്ക് 180 കിലോമീറ്റേഴ്സിന് നമുക്ക് ആ വാല്യൂ അസ്യൂം ചെയ്യാം. അപ്പോൾ അങ്ങനെ 180 കിലോമീറ്റേഴ്സിന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ആദ്യം പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, ഡൗൺ സ്ട്രീം പോകുന്ന കണ്ടീഷൻ. അപ്പോൾ ഡൗൺ സ്ട്രീം പോകുന്ന കണ്ടീഷനും അതുപോലെ തന്നെ പിന്നെ നമുക്ക് അപ് സ്ട്രീം പോകുന്ന കണ്ടീഷൻ, രണ്ട് കണ്ടീഷൻസ് അവിടെ വരുന്നത്. ഇനി ഡൗൺ സ്ട്രീം പോകാൻ വേണ്ടി എടുക്കുന്നത് 9 മണിക്കൂറാണ് എന്ന് നമുക്ക് പറയുന്നുണ്ട്, 9 ഹവേഴ്സ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഒരു സ്പീഡ് നമ്മളൊന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 180 ഡിവൈഡ് ബൈ 9 നമുക്ക് 20 ഹവേഴ്സ് ആയിരിക്കും ഡൗൺ സ്ട്രീം പോകാൻ വേണ്ടി എടുക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ അപ്സ്ട്രീം വരാൻ 18 മണിക്കൂർ എടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ അപ്സ്ട്രീമിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 10 ഹവേഴ്സ് എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഡൗൺ സ്ട്രീം സ്പീഡ് 20യും അപ്സ്ട്രീം സ്പീഡ് 10ഉം ആണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഈ ബോട്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇതിന്റെ ആവറേജ് ആണ് ബോട്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ 20യും 10ഉം 30ന്റെ ആവറേജ് എന്ന് പറയുമ്പോൾ 30ന്റെ പകുതി എന്ന് പറയുമ്പോൾ ആവറേജ് എന്ന് പറയുമ്പോൾ 15. അപ്പോൾ 15 നമുക്കവിടെ എടുക്കുന്ന കിലോമീറ്റർ പെർ അവർ നമുക്ക് ഇവിടുത്തെ യൂണിറ്റ് കിലോമീറ്റർ പെർ അവേഴ്സ് എന്ന് വരും, സ്പീഡ് ആയതുകൊണ്ട്. ആക്ച്വലി നമ്മളിവിടെ ശരിക്കും അത് ഒരു റേഷ്യോ പോലെ ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 20 കിലോമീറ്റർ പെർ അവർ 10 കിലോമീറ്റർ പെർ അവർ. അപ്പം ബോട്ടിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 15 കിലോമീറ്റർ പെർ അവർ എന്നായിരിക്കും നമുക്ക് വരുന്നത്. സോ ബോട്ടിന്റെ സ്പീഡ് നമുക്ക് 15 കിലോമീറ്റർ പെർ അവർ ആണെന്ന് അറിയാം. നമുക്ക് സ്റ്റിൽ വാട്ടറിന്റെ കണ്ടീഷനാണ് അവസാനം ചോദിക്കുന്നത്, ഡൗൺ സ്ട്രീമോ അപ് സ്ട്രീമോ അല്ല. പിന്നെ നമുക്ക് ഡിസ്റ്റൻസ് നമ്മൾ 180 അസ്യൂം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ എടുക്കുന്ന ടൈം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ടൈം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു 180 ഡിവൈഡ് ബൈ നമ്മൾ 15 ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഒരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്, പോകുന്ന ഡിസ്റ്റൻസ് എന്താണ്, ടോട്ടൽ ഡിസ്റ്റൻസ് അല്ല, പോകുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3/5 ഓഫ് ദി ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ 3/5 180യുടെ 3/5 ഡിവൈഡഡ് ബൈ അവിടുത്തെ ആ ഒരു ബോട്ടിന്റെ സ്പീഡായ 15. സോ ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. സോ ഇതൊന്ന് നമുക്ക് സോൾവ് ചെയ്യാം. സോ ആദ്യം തന്നെ 15ഉം 180 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 12 എന്ന് വരും. ആൻഡ് 3 × 12 നമുക്ക് 36 എന്ന് വരും. ആൻഡ് 36നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7.2 എന്ന് നമുക്ക് ആൻസർ വരും. സോ 7.2 ഹവേഴ്സ് ആണ് ഈ ഒരു ബോട്ട് സ്റ്റിൽ വാട്ടറിൽ അതേ ഡിസ്റ്റൻസിന്റെ 3/3 പോകാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 7.2 ഹവേഴ്സ് ആണ് ആൻസർ. നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മളിതിനെ ഒരു ഇക്വേഷൻ ഫോർമാറ്റിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ വളരെയധികം ലെന്തി ആവും. അതുകൊണ്ട് തന്നെയാണ് രണ്ട് വാല്യൂസിലും ഒരേപോലെ പോകുന്ന ഒരു വാല്യൂവിനെ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ചെയ്തു പോയത്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും ദാറ്റ് ഒരു ബോട്ട് ഡൗൺ സ്ട്രീം പോകാൻ എടുക്കുന്ന സമയത്തിന്റെ ഇരട്ടി സമയമാണ് അപ് സ്ട്രീം പോകാൻ സെയിം ഡിസ്റ്റൻസിൽ എടുക്കുന്നത്. സോ ഉറപ്പായിട്ട് നമ്മുടെ ഈ ബോട്ടിന്റെ സ്പീഡ് സ്ട്രീമിന്റെ സ്പീഡിന്റെ ഇരട്ടി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന രണ്ട് സ്പീഡ്സിനെയും നമുക്ക് ഈ പറയുന്ന ഡൗൺ സ്ട്രീം ആൻഡ് അപ് സ്ട്രീം എന്ന ആംഗിളിൽ കൺസിഡർ ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഡൗൺ സ്ട്രീം സ്പീഡ് ഡബിളും അപ് സ്ട്രീം സ്പീഡിന്റെ, സോ അങ്ങനെയാണെങ്കിൽ 2:1 റേഷ്യോയിൽ എടുക്കാൻ പറ്റും. സോ അതിന്റെ ഒരു ആവറേജ് എന്ന് പറയുന്നത് 1.5 ആയിരിക്കും വരാൻ പോകുന്നത്. സോ അതിനെ ആ രീതിയിൽ എടുത്ത് ഒരുപാട് ലെന്തി ആക്കുന്നതിന് പകരം നമ്മളൊരു വാല്യൂ അസ്യൂം ചെയ്ത് പോയി എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ വേറൊരു വാല്യൂ അസ്യൂം ചെയ്തു പോയാലും ഇതേ രീതിയിലുള്ള ആൻസർ തന്നെ ആയിരിക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. സെയിം ആൻസർ തന്നെ ആയിരിക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. സോ 7.2 ഹവേഴ്സ് ആണ് ആൻസർ വരുന്നത്. ഇനി നമ്മൾ ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റനിലേക്ക് നമുക്ക് പോകാം. ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, a shopkeeper makes a net profit of 44% on selling an article at successive discount of 10% and 20%. Find the net profit percentage if the shopkeeper sells the same article at a discount of 15%. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വലിയ ക്വസ്റ്റൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓൾമോസ്റ്റ് 4% ആണ് അവിടെ തന്നെ പറയുന്നത്. 2 ഡബിൾ ഡിസ്കൗണ്ട് പറയുന്നുണ്ട്, ഒരു നെറ്റ് പ്രോഫിറ്റ് പറയുന്നുണ്ട്, എന്നിട്ട് പുതിയൊരു കണ്ടീഷൻ്റെ അകത്ത് 15% ഡിസ്കൗണ്ട് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വളരെ പെട്ടെന്ന് എടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ വളരെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം പറയുന്ന സക്സസീവ് ഡിസ്കൗണ്ട് ഒരു നെറ്റ് ഡിസ്കൗണ്ട് വേണം നമുക്ക്. അപ്പോൾ ആദ്യം നമുക്ക് ആ നെറ്റ് ഡിസ്കൗണ്ട് എടുക്കാം. സോ നെറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കവിടെ ആദ്യമേ -10, ദെൻ -20, ദെൻ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് നമുക്ക് 20 × 10/100 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അത് 30 ആൻഡ് 2, സോ അവിടെ നിന്ന് നമുക്ക് -28% വരും. സോ 28% ഡിസ്കൗണ്ട് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി 28% ഡിസ്കൗണ്ടിന്റെ കേസ് വന്നു. അപ്പോൾ നമുക്ക് അവിടുന്ന് ആദ്യത്തെ കണ്ടീഷനിലുള്ള ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്, ടോട്ടൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 28% ആണ്. ആൻഡ് അവിടുന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 44% ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് പ്രൈസും മാർക്ക് പ്രൈസും തമ്മിലുള്ള റിലേഷൻ എടുക്കാം. സോ കോസ്റ്റ് പ്രൈസും മാർക്ക് പ്രൈസും തമ്മിൽ ഇത് വെച്ചുകൊണ്ട് റിലേഷൻ എങ്ങനെ എടുക്കാം, ഇത് വെച്ച് എടുക്കാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് 100 പ്ലസ് നമ്മുടെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജും, അതേപോലെ 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജും, അതുപോലെ തന്നെ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കൂടി എടുത്തുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ആ ഒരു ഇവർ തമ്മിലുള്ള റിലേഷൻ നമുക്ക് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. സോ 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജും 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജും, ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ വീഡിയോസിൽ ഈ ഷോർട്ട് കട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് ഓൾറെഡി ഈ ഒരു ഷോർട്ട് കട്ട് അറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 100 മൈനസ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 100 മൈനസ് 28 നമുക്കത് 72 എന്ന് വരും. സോ ഇവിടെ നിന്ന് നമുക്കിത് 100 പ്ലസ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിത് 144 എന്ന് വരും. സോ ഇപ്പം ഓൾറെഡി ഉള്ള മാർക്ക് പ്രൈസ് കിട്ടി, അതിന്റെ കോസ്റ്റ് പ്രൈസും കിട്ടി. ഈ രണ്ട് വാല്യൂസ് അതേപോലെ തന്നെ നിൽക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ബാക്കിയുള്ള നോക്കാം. ഫൈൻഡ് ദി നെറ്റ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്, എന്ത് പ്രോഫിറ്റ് ആണ് കിട്ടാൻ പോകുന്നത് ഇഫ് ദ ഷോപ്പ് കീപ്പർ സെൽ ദ സെയിം ആർട്ടിക്കൽ അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 15%. അപ്പോൾ സെയിം ആർട്ടിക്കൽ എന്ന് പറയുമ്പോൾ അതിന്റെ MRP എന്ത് ചെയ്യത്തില്ല, മാറത്തില്ല. MRP എന്ത് തന്നെ ആയിരിക്കും, 144 തന്നെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തു, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് മാറിയിട്ടുണ്ട്. ആൻഡ് കോസ്റ്റ് പ്രൈസും എന്ത് ചെയ്യത്തില്ല, മാറത്തില്ല. ബിക്കോസ് ഒരു ആർട്ടിക്കലിന്റെ കോസ്റ്റ് പ്രൈസ് മാറത്തില്ല, ഡിസ്കൗണ്ട് നമ്മുടെ MRP മാറത്തില്ല. എന്ത് മാറും, സെല്ലിംഗ് പ്രൈസ് മാറും. നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ടിനനുസരിച്ച് ഉറപ്പായിട്ട് എൻ്റെ സെല്ലിംഗ് പ്രൈസ് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മൾ കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ സെല്ലിംഗ് പ്രൈസ് മാറും. അതുപോലെ ഡിസ്കൗണ്ടിന്റെ വാല്യൂ വേരിയേഷൻ വരുന്നതോറും നമുക്ക് സെല്ലിംഗ് പ്രൈസ് മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് സെല്ലിംഗ് പ്രൈസിലാണ് നമുക്കവിടെ ആ ഒരു 15% ഡിസ്കൗണ്ടിൽ അത് വിൽക്കുന്നതെന്ന് നോക്കാം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ, ഏറ്റവും അവസാനം ചോദിക്കുന്ന പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് അറ്റ് 15% ഡിസ്കൗണ്ട് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് നോക്കാം. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി നമുക്ക് 144 ആണ് MRP. ഇപ്പോൾ 15% ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും വിൽക്കുന്ന എത്രയിലായിരിക്കും, 15% പോയി ബാക്കി 85%-ലായിരിക്കും അത് വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു വാല്യൂ കണ്ടുപിടിച്ച് നമുക്ക് ആൻസർ കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ 85/100 എന്ന് എടുക്കാൻ നമുക്കതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇത് 85ഉം 100ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 17ഉം 20 എന്ന് വരും. 20നെ 4 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ താഴെ 5 എന്നും, ഇതിനെ നമുക്ക് 4 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 3 ആൻഡ് 24 36 എന്ന് വരും. സോ 36 ഇൻറ്റു 17/5 എന്ന് വരും. 36 ഇൻറ്റു 17/5. സോ നമ്മളത് സോൾവ് ചെയ്യുമ്പോഴത്തേന് നമുക്കത് ക്യാൻസൽ ചെയ്യുമ്പോൾ 3.4 ആൻഡ് 3.4 ഇൻറ്റു 36 എന്ന് പറയുമ്പോഴത്തേന് നമുക്കത് 122.4 എന്നായിരിക്കും നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടുന്നത്. അപ്പോൾ നോക്കിയേ, നമുക്ക് സെല്ലിംഗ് പ്രൈസ് അറിയാം, ഇപ്പം പുതിയ ഡിസ്കൗണ്ടിലുള്ള സെല്ലിംഗ് പ്രൈസ് അറിയാം, നമുക്ക് കോസ്റ്റ് പ്രൈസ് അറിയാം. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രോഫിറ്റ് ആണ് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമുക്ക് കണ്ടുപിടിക്കാം. സോ അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ആദ്യം തന്നെ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ആയ 122.4ൽ നിന്ന് നമ്മുടെ കോസ്റ്റ് പ്രൈസ് ആയ 72 മൈനസ് ചെയ്യണം. ദെൻ ഡിവൈഡഡ് ബൈ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും 72, പിന്നെ പെർസെൻറ്റേജ് ആയതുകൊണ്ട് കൂടെ ഇൻറ്റു 100. സോ നമ്മളതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 122.4 മൈനസ് 72 എന്ന് പറയുമ്പോൾ അത് നമുക്ക് 50.4 എന്ന് വരും. സോ 50.4 ഡിവൈഡ് ബൈ 72 ഇൻറ്റു 100 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് ക്യാൻസൽ ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 72ഉം ഇതുകൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് അതൊരു 0.7 എന്ന് വരും. സോ 0.7, അതെ 0.7 ആൻഡ് 0.7 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ നമുക്ക് അത് 70 എന്ന് വരും. അപ്പോൾ 70% ആണ് നമ്മുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. സോ അത്യാവശ്യം വലിയൊരു ക്വസ്റ്റൻ ആയിരുന്നു. പക്ഷെ അതിൽ എടുക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും സിമ്പിൾ മെത്തേഡിലാണ് നമ്മളതിനെ എടുത്തിരിക്കുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാൽക്കുലേഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് അപ്രോച്ചസും ഇൻക്ലൂഡിങ് നമ്മൾ ചില ഷോർട്ട് കട്ട്സ് കൂടി യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. സോ ചില സമയത്ത് നല്ല വലിയ ക്വസ്റ്റൻസ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എക്സാംസിൽ. അപ്പോൾ അങ്ങനെ ക്വസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാലും അതിനെ എങ്ങനെ വളരെ സിമ്പിളായിട്ട് അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഈവൻ ദോ ക്വസ്റ്റിൻ്റെ അകത്ത് ഒരു റിയൽ വാല്യൂ തന്നിട്ടില്ല, നിങ്ങൾ കാണാൻ പറ്റും ക്വസ്റ്റിൻ്റെ അകത്ത് ഒരു റുപ്പീസിൻ്റെ വാല്യൂവും തന്നിട്ടില്ല, എല്ലാം കുറേ പെർസെൻറ്റേജുകൾ മാത്രം തന്നിട്ടാണ് ഇതെല്ലാം ചോദിച്ചിരിക്കുന്നത്. സോ ആ ഒരു പെർസെൻറ്റേജസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസേഴ്സ് എടുക്കാൻ പറ്റും എന്നുള്ളത് പ്രോപ്പർ സിമ്പിൾ ആയിട്ടുള്ള അപ്രോച്ചസ് യൂസ് ചെയ്തുകൊണ്ട് വലിയ എക്സാക്ട്ലി തന്നിരിക്കുന്ന ഫോർമുലാസ് യൂസ് ചെയ്യുന്നതിന് പകരം കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ക്വസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു സെഷനിൽ നമ്മൾ അത്യാവശ്യം വളരെ നല്ല ലെന്തി ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷൻ്റെ അകത്ത് നമ്മളിപ്പം നോക്കിയത്. SSC CGLന്റെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളത്.
സോ ഇനി വരാനിരിക്കുന്ന സെഷൻസിലും നമ്മൾ ഇതേപോലത്തെ കൂടുതൽ സീജലിന്റെ റിമൈനിങ് ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അത് കൂടാതെ നമ്മൾ കുറേ ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ SSCയുടെ CSSLനോ CGLനോ MTSനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു സീരീസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കാം. കറക്റ്റായിട്ട് കണ്ടിന്യൂസ് വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കാം. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ്സ് വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പോവുകയും ചെയ്യാം. സോ അത് വരാതിരിക്കുന്ന നിങ്ങളുടെ ഒരുപാട് എക്സാംസിൽ, ലൈക്ക് നോട്ട് ജസ്റ്റ് SSCയുടെ എക്സാംസ്, ഈവൻ റെയിൽവേ എക്സാംസിലും ബാക്കിയുള്ള എക്സാംസിലും നിങ്ങൾക്ക് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക ചാനൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി സെഷൻ ലൈക്കും ചെയ്യുക ആൻഡ് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് വരുന്ന സെഷൻസിൽ കൂടുതൽ മീറ്റ് ചെയ്യാം, കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ.